കൈകളും കാലും പിന്നിലേക്ക് വലിച്ചു കെട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ്. ഇപ്പോഴത്തെ പിള്ളേർ വെറും പിഴകളാണെന്ന് പറയുന്നത്. ബാക്കിയുള്ള നല്ല പിള്ളേരെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് നീയൊക്കെ ഇതും കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം എന്തോ ആയിക്കോട്ടെ, അങ്ങ് അറ്റത്തുള്ള ഒരുത്തനാണ് ശരി. അവന്റെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് അതിന് തന്തയില്ലായ്മ കാണിക്കുന്ന ടീമുകളാണ് ഇവന്മാര്. 13 വയസ്സുകാരി, 16 വയസ്സുകാരൻ, 17 വയസ്സുകാരൻ, ഈ ഒരു 3 എണ്ണം കൂടെ, പ്രായപൂർത്തി പോലും ആവാത്ത ഈ ഒരു 3 എണ്ണം കൂടെ ഒരു വയോധികനെ വയോധികനെ ഒരു മനസാക്ഷി പോലും ഇല്ലാതെ എന്തിന് ഐഫോണും ബൈക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പുള്ളിനെ ഇട്ട് അതിൻ്റെ കൂടെ അവിടെ ഇരുന്ന സ്വർണവും ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി. ഈ ന്യൂസുകാർ എപ്പോഴും പറയുമല്ലോ, ന്യൂസ് ജെൻസി ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ജനറേഷൻ, ഈ ഇത്രയും ജനറേഷനിൽ ഏറ്റവും വൃത്തി കിട്ടും ഈ റോസ്റ്റ് എവർ എക്കാലത്തെയും ഒരു ഒട്ടും നമുക്ക് എന്തോ പറയാം, നല്ല ദേഷ്യം വരുന്നുണ്ട്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജനറേഷനാണ് ഈ ഒരു ജെൻസി എന്ന് പറയുന്ന ഒരു ജനറേഷൻ. ഈ ഇത്തിരി പോകുന്ന പിള്ളേര് പ്രായപൂർത്തി പോലും ആയിട്ടില്ല, കാണിച്ചു വെച്ചേക്കുന്ന ഒരാളെ, ഒരു മനുഷ്യനെ അങ്ങ് തട്ടിക്കളഞ്ഞു. അതും ഒരു ഇത്രയും പ്രായമുള്ള. നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ. നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാവേ. 13-കാരിയായ കൊച്ചുമകളുടെ കൊട്ടേഷനിൽ ആലപ്പുഴ കരുവാറ്റയിൽ ക്രൂര കൊലപാതകം. കൊച്ചുമകളടക്കം 4 പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. 4 പ്രതികളും പ്രായപൂർത്തിയാകാത്തവരാണ്. കരുവാറ്റയിൽ വാടകയ്ക്ക് താമസിച്ച കൊല്ലം പരവൂർ സ്വദേശി ശിവൻകുട്ടി ചെട്ടിയാരെ കഴിഞ്ഞ ദിവസമാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച വൈകിട്ടാണ് ശിവൻകുട്ടിയെ അവസാനമായി അയൽവാസികൾ വീടിന് പുറത്ത് കണ്ടത്. അന്നു രാത്രിയാകണം കൊലപാതകം നടന്നതെന്നാണ് പോലീസ് കരുതുന്നത്. ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ കുടുങ്ങിയത്. കൊലപാതകത്തിന് ശേഷം പ്രതികൾ ദൃശ്യങ്ങൾ ഫോണിലൂടെ 13-കാരിക്ക് കാണിച്ചു കൊടുത്തു. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവന്റെയൊക്കെ ഇവളുമാരെയൊക്കെ പരിപാടിയൊക്കെ ഇതൊക്കെ തന്നെ എല്ലാം ഇപ്പൊ അങ്ങ് ഈ ഓൺലൈൻ എന്ന് പറയുമല്ലോ, ഫോണിൽ കൂടെയുള്ള പരിപാടിയാണ്. ഇവര് ഇങ്ങനെ ഇത് കാണിക്കുമ്പോഴത്തേന് ഇവർക്ക് ഇതല്ലാതെ നോർമലാണ്. നമ്മളൊക്കെ 90-കളിലൊക്കെ ഉള്ള ആൾക്കാരെ നമ്മളൊക്കെ ചെയ്യുമ്പോ ഈ നാറികളൊക്കെ നമ്മളെ കളിയാക്കും, അങ്ങ് പഴഞ്ചനാണ്, അതാണ് ഇതാണെന്ന്. ഇങ്ങനെ ഒരു പഴഞ്ചനായിട്ടിരിക്കുന്നതാണ് നല്ലത്. സത്യം പറഞ്ഞ നിന്റെയൊക്കെ കണക്ക് ഈ ജെൻസി എന്നും പറഞ്ഞിട്ട് പൊക്കി പിടിച്ചോണ്ട് വന്നിട്ട് ഇമാതിരി തെമ്മാടിത്തരം കാണിക്കാനല്ല. നല്ല പിള്ളേരുണ്ട്, നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ യൂസ് ചെയ്തും ഓരോ കാര്യങ്ങൾ പഠിച്ച് അവരവരെ ജോലിക്ക് നോക്കി അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അല്ലാതെ നിന്റെ കണക്കൊക്കെ ഈ ഐഫോൺ മേടിക്കാനും ഇത് മേടിക്കാനൊക്കെ വല്ലവരെ ചെയ്തിട്ടാണ് ഇമാതിരി ഈ പരിപാടി ചെയ്തിട്ടാണ് നീയൊക്കെ ഇങ്ങനെ പോണേ. എന്നിട്ട് ബാക്കിയുള്ളവന്റെ തോളെ കയറാൻ നിൽക്കും. എന്നിട്ടത് ആളെ തട്ടുന്ന വീഡിയോ അല്ല, അത് വീഡിയോ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് ഇവർക്ക് ഒരു മനസാക്ഷി ഇല്ല. ഇതൊക്കെ കണ്ടു നിൽക്കാനുള്ള മനക്കെട്ടിയും കണ്ട സിനിമകളും കണ്ട തൊലിഞ്ഞ പടങ്ങളെല്ലാം കണ്ടിട്ട് അതുവഴി ചെയ്ത് കൂട്ടുന്നതാണ് ഇതല്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാണ്? മുട്ടയത് വിരിഞ്ഞിട്ട് പോലും ഇല്ല. ഇതൊന്നും 3 എണ്ണം കൂടെ ചെയ്തു വെച്ച പരിപാടി. പെൺകുട്ടിക്ക് ഐഫോണും പ്രതികൾക്ക് ബൈക്കും വാങ്ങാനായിരുന്നു ഇവർ കൊലപാതകവും മോഷണവും ലക്ഷ്യമിട്ടതെന്നാണ് നിഗമനം. പോലീസ് നടത്തിയ പരിശോധനയിലാണ് ശിവൻകുട്ടി ചെട്ടിയാരുടെ മൃതദേഹം കണ്ടെത്തിയത്. കൈകളും കാലും പിന്നിലേക്ക് വലിച്ചു കെട്ടി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ നിലയിലാണ് ശിവൻകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇതൊക്കെ ഞാൻ പണ്ടത്തെ ഒരു ന്യൂസിലൊക്കെ കേട്ടുള്ളൂ. മീൻസ് പണ്ടൊക്കെ നമ്മള് പറയട്ടില്ലേ, മുളകൊടി ഈ എന്തെങ്കിലും ക്രിമിനൽ കുറ്റം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മുളക് പൊടിയൊക്കെ വിതറി കഴിഞ്ഞാലോ ഈ സ്നിപ്പർ ഡോഗ് ഉണ്ടല്ലോ വന്ന് ഇതാക്കത്തില്ല, സ്മെല്ല് ചെയ്യത്തില്ല. ഇവരെന്ത് ചെയ്യുന്നവർ? ഇവര് പണ്ടത്തെ ഇത് യൂസും അങ്ങനത്തുള്ള ഈ ഉടായ്പ പരിപാടി യൂസും ചെയ്യുന്നുണ്ട്. പക്ഷെ കാണിക്കുന്നത് ഇപ്പോഴത്തെ ജനറേഷന്റെ തെമ്മാടിത്തരാണ് കാണിക്കുന്നത്. ഇവര് ചെയ്യാത്ത പരിപാടികളൊന്നുമില്ല. ഈ ന്യൂസുകാരും ബാക്കിയുള്ള ആൾക്കാർ ജെൻസി എന്നും പറഞ്ഞ് ഇങ്ങനെ പൊക്കിക്കൊണ്ട് പോയി മുട്ടയെന്ന് വിരിയാത്ത ഈ നാറുകളെയൊക്കെ. ഇവര് കാണിക്കുന്ന ഈ ഒരു തെമ്മാടിത്തരം ഇത്തിരിയൊന്നും അല്ല. അത് മാത്രമല്ല, നിങ്ങളൊന്ന് ആലോചിച്ചോ, ഓൺലൈനിലേക്കൂടെ വരെ സ്വന്തം അച്ഛൻ്റെയും സ്വന്തം അമ്മയുടെ ഫോട്ടോ വരെ മോർഫ് ചെയ്ത് വിൽക്കുന്ന കുറെ ടീമുകളുണ്ട് ഈ ഒരു പ്രായത്തിലുള്ളത്. നമ്മൾ ഈഗിളിന്റെ വീഡിയോ കണ്ടാൽ അറിയാം.
ഈഗിൾ നല്ലോണം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. ടെലഗ്രാമിനകത്ത് അവിടെ ഇവിടെ എടുത്തിട്ട് വേറൊന്നും വേണ്ട, ജസ്റ്റ് നമ്മളെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നമ്മൾ ഫോട്ടോ അടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ഫോട്ടോ അടപ്പണോ ഇവന്മാരെ എടുത്ത് ഭയങ്കര, ഇവർ വലിയ പുള്ളികളല്ലേ, ഇവർക്ക് ഭയങ്കര അറിവാണ്. ജെൻസികൾ നമ്മളെ മുന്നോട്ട് നയിക്കുവാണ്. എടാ നമ്മളോട് എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ശത്രുത തോന്നിക്കഴിഞ്ഞാൽ അത് ഇനി എന്തോ ആയിക്കോട്ടെ, അങ്ങ് അറ്റത്തുള്ള ഒരുത്തനാണ് ശരി, അവന്റെ ഫോട്ടോ എടുത്തിട്ട് മോർഫ് ചെയ്തിട്ട് അതിന് തന്തയില്ലായ്മ കാണിക്കുന്ന ടീമുകളാണ് ഇവന്മാര്. ഇപ്പോഴത്തെ ഈ കുരുപ്പുകൾ 13ഉം 14ഉം വയസ്സുള്ള ഈ ഒരു തെമ്മാടിത്തരം കാണിക്കുന്ന തെമ്മാടികൾ എന്ന് തന്നെ പറയാം. പക്ക ക്രിമിനൽ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇവനെയൊക്കെ കഴിഞ്ഞോട്ട് പക്ഷേ ഇവരൊക്കെ എന്താ പറയുക, ഇവർക്കൊക്കെ എല്ലാം അങ്ങ് എല്ലാം നോക്കുമ്പോഴത്തേനും എല്ലാം അങ്ങ് നോർമലാണ്, സിമ്പിളാണ്, നമ്മളെ ആരും പിടിക്കത്തില്ല. നമ്മളെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പണി തരുവാടാ, പണി തരും, നിനക്കൊക്കെ പണി തരും, നാളെ പണി തരും, നോക്കൂ എന്നുള്ള രീതി ഇങ്ങനെ ജില്ലായിട്ട് ഇരിക്കുന്ന ആൾക്കാരാണ്. എടാ ഇവർക്ക് ഇവിടുത്തെ നിയമം എന്തുവാണെന്നോ ഇവിടുത്തെ നാട്ടുകാരെന്തുവാണെന്നോ വേറെ ഈ അടങ്ങിയിരിക്കുന്ന നാട്ടുകാരെ കുത്തി തിരിച്ച് കൊണ്ടുവരാനുള്ള എന്തുവാണെന്നോ അവർക്ക് അറിയത്തില്ല. മീൻസ് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ അവരെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുമല്ലോ, നീയൊക്കെ പഴഞ്ഞനല്ലേടാ, നീയൊക്കെ അങ്ങനെ കാണിക്കത്തുള്ളൂ. കുറെ ഈ ഞാൻ പറയുന്നില്ല, അങ്ങനത്തെ പരിപാടികളാണ് ഇവരെ കാണിക്കുന്നത്. സമീപത്ത് മുളകുപൊടി വിതറിയിരുന്നു. വീട്ടിലെ കിടക്കവിരികളും മറ്റും ഉപയോഗിച്ചാണ് കൈകാലുകൾ കൂട്ടിക്കെട്ടിയിരുന്നത്. കിടപ്പുമുറിയിലെ അലമാര പൊളിച്ചിട്ടിരുന്നു. മകളുടെ പ്രസവാവശ്യത്തിനായി ശിവൻകുട്ടിയുടെ ഭാര്യയും ആശുപത്രിയിലായിരുന്നു. കൊലപാതകം നടക്കുമ്പോൾ വാടക വീട്ടിൽ ശിവൻകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത്. ഇവരൊക്കെ പക്ക ക്രിമിനലുകൾ കേട്ടോ. ഇവരൊക്കെ ഒന്നും പിടിക്കപ്പെടത്തില്ലെന്ന് വിചാരിച്ച് ചെയ്യുന്ന ഓരോരോ കാര്യങ്ങളാണ്. മുളകോടി വിതറുന്നു, കയ്യും കാലും കെട്ടിയിടുന്നു, ഒരു മനസാക്ഷി ഇല്ലാത്ത രീതി. നിങ്ങൾ ആലോചിച്ചു, ഈ വീഡിയോ കോൾ വഴി ആ ഒരു പെങ്കൊച്ചിനെ ഇവന്മാര് കാണിച്ചു കൊടുക്കുന്നു. പെങ്കൊച്ച് കൈയടിച്ച് കേറട്ടെ നല്ലോണം. എടാ നമ്മളൊക്കെ ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ഈ ഡാർക്ക് വെബിലൊക്കെ ഓരോരുത്തരെ ഇങ്ങനെ ചെയ്യുന്നതും ഇങ്ങനെ അങ്ങനത്തെ പരിപാടികളെല്ലാം ഡാർക്ക് വെബ് എന്ന് പറയുന്നത് ഇതിനകത്ത് കിടപ്പുണ്ടെന്ന്. കണ്ട് ആസ്വദിക്കുക, ഇത് കണ്ട് ആസ്വദിക്കുക. ഒരാളെ തട്ടുന്നത്, മൃഗീയമായിട്ട് ഇത്ര ഉപദ്രവിക്കുന്നതെല്ലാം കണ്ട് ആസ്വദിക്കുകയാണ് കൊച്ചുമോള്, 13 വയസ്സുള്ള പെങ്കൊച്ച്. അതുകൊണ്ടാണ് നിന്നെയൊക്കെ ഈ നാട്ടുകാർ ഇപ്പോഴും പറയുന്നത് നീയൊക്കെ വെറും പിഴകളാണെന്ന്. ഇപ്പോഴത്തെ പിള്ളേർ വെറും പിഴകളാണെന്ന് പറയുന്നത് ബാക്കിയുള്ള നല്ല പിള്ളേരെ കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നീയൊക്കെ ഇതും കാണിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം ഈ ചോര ഇങ്ങനെ തിളച്ച്, എടാ നമ്മളൊക്കെ കാലത്ത് ചോരത്തിളപ്പ് ഇങ്ങനെ നിപ്പുണ്ട്, പക്ഷെ അതൊന്നും ഇങ്ങനത്തുള്ള പരിപാടിക്കൊന്നുമില്ല. ഇത്രയൊന്നും അപ്ഡേഷൻ ഇല്ല. ഒന്നാമത്തെ കാര്യം ഈ ഫോണോ ഇങ്ങനത്തുള്ള കാര്യങ്ങളോ ഇത്ര അപ്ഡേഷൻ ഇല്ല. നീയൊക്കെ ഒന്ന് പറഞ്ഞ് രണ്ടാമതിന് ഫോട്ടോ എടുത്ത് മോർഫ് ചെയ്യുമ്പോൾ തന്തയില്ലായ്മ കാണിക്കുന്ന തന്തയില്ലാത്ത കഴിവറുകളാണ് നീയൊക്കെ. ഏകദേശം 15-ാം തീയതി വൈകിട്ട് സാറ്റർഡേ ഈവനിങ്ങോടുകൂടിയാണ് അവിടെ നിന്ന് കൊല്ലത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് ഇവർ വരുന്നത്. അതായത് ഇവിടെ വീട്ടിൽ സ്വർണം ഉണ്ടെന്നുള്ളതും സ്വർണവും പൈസയും അപഹരിക്കാമെന്നുള്ളൊരു പ്ലാനോട് കൂടിയാണ് ഈ സുഹൃത്തുക്കളുമായിട്ട് ഈ ബോയ് ഫ്രണ്ട് അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അതുകൂടാതെ ഈ പെൺകുട്ടി ഇദ്ദേഹം ബാഡ് ടച്ച് ചെയ്തിട്ടൊക്കെ ഇയാളോട് പറഞ്ഞിട്ട് ഒരു റിവെഞ്ചിൻ്റെ ഒരു ആംഗിൾ കൂടി ഇതിൽ വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ടുള്ളൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ പൈസയും സ്വർണവും അപഹരിക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അവർ 15-ാം തീയതി വൈകിട്ട് ഇവിടെ വീട്ടിലെത്തി. ഇയാൾ ബാഡ് ടച്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനൊന്നും അല്ല. ഇവരൊക്കെ മെയിനായിട്ട് ഈ സാർ പറഞ്ഞ മെയിനായിട്ടും ഇവരുടെ ഉദ്ദേശം ആ പൈസയും ഇതും അടിച്ചു മാറ്റണം. അതിന് വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണിത്. പിന്നെ ബാഡ് ടച്ച് എന്ന് ഉദ്ദേശിച്ചാൽ അല്ലെങ്കിൽ പിന്നെ ഈ കൊച്ചിനുണ്ട് ആരെങ്കിലും പരാതി കൊടുക്കായിരുന്നു, കേസ് കൊടുക്കും. ഈ 13 വയസ്സെന്ന് പറയുമ്പോൾ എത്ര പഠിക്കുന്നതാ? +2, 10, 7, 8? അവിടെ ഇത്തിരി പോകുന്ന പിള്ളേരാണ് ഇമാതിരി പരിപാടി ചെയ്തേക്കണേ. ഇത്തിരി പോകുന്ന പിള്ളേര് ബാഡ് ടച്ച് ഉണ്ടോന്ന് പറഞ്ഞിട്ട് ഇവരെ വിളിച്ചൊരുത്തി അങ്ങനെ ചെയ്തായിരിക്കും. എന്റെ പൊന്നളി, ഇതൊക്കെ എങ്ങോട്ടാ പോകുന്നതെന്ന് നമുക്കൊരു പിടുത്തമില്ല കേട്ടാ. തുടർന്ന് വീടിനുള്ളിലോട്ട് അവിടെ പിറകിലൊരു വെന്റിലേറ്റർ ഉണ്ട്, വെന്റിലേഷൻ്റെ ഒരു സ്പേസ് ഉണ്ട്. അതിൽ കൂടെയാണ് അകത്തോട്ട് കയറുന്നതും പിന്നെ അവിടെ ഒരു സ്കഫിൾ ഉണ്ടാകുകയും ഇയാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. കൊലപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ ഉടനെ തന്നെ പെൺകുട്ടിയെ വിളിച്ചിട്ട് ഈ ബോയ് ഫ്രണ്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുന്നതായിട്ട് നമുക്ക് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ നിന്ന് ആ ഗോൾഡ് ഓർണമെൻറ്റ്സും മറ്റുമൊക്കെ മോഷണം ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അതും ഈ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടിയാണ് ചെയ്തതായിട്ട് മനസ്സിലായിട്ടുള്ളത്. ആ നഷ്ടപ്പെട്ട് മോഷണം ചെയ്ത് കൊണ്ടുപോയ സ്വർണ്ണാഭരണങ്ങൾ ഇന്ന് പുലർച്ചയോടെ എടാ ഇവർക്കൊക്കെ ഈ തിളച്ച് നിൽക്കുക, ഈ തിളപ്പാണിത്. ഇതൊക്കെ തിളച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇവരെടുത്ത ഇവരാണ് കോടതി. എടാ ഇവരാണ് എല്ലാം തീരുമാനിക്കണേ.
പുറത്തുനിന്ന് ആരും സ്വന്തം അച്ഛനായാലും അമ്മയായാലും പുറത്തുനിന്ന് ആരെങ്കിലും ബന്ധുക്കളായിട്ടുള്ള ആൾക്കാരെ വന്ന് ഇവരുടെ അടുത്തേക്ക് എന്തെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ അങ്ങ് ഇവന്റെ ഒക്കെ അങ്ങ് കോണം മാറും. പിന്നെ അത് ശത്രുതയായിട്ടുണ്ടോ? എന്നെ ഇങ്ങനെ ആക്കിയില്ലേ, എന്റെ അടുത്ത് ചോദിച്ചില്ലേ, ഉം? ഇത്തിരി പോന്ന് ഇത്തിരി ഉള്ളൂ, എന്നെ ഇങ്ങനെ ആക്കി എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു പണി കൊടുക്കണം. ആ ഒരു ക്രിമിനൽ മെന്റാലിറ്റിയാണ് ഇതിനൊക്കെ. അവരൊക്കെ ഫോട്ടോ ബാക്കിയുള്ള എന്തെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനത്തെ പരിപാടി ആയിരിക്കും അവർ ചെയ്യണത്. മാനസികമായിട്ട് ഒരാളെ ഇതാക്കുക. ഇതാണ് ഇപ്പോഴത്തെ ഈ പിള്ളേരെ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ചിന്തിക്കുന്ന നടക്കുന്ന കാര്യങ്ങൾ. നിങ്ങളെ മുളക് പൊടി വിതറിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴത്തെ ടൈമിൽ ഒരു ക്രിമിനൽ യൂസ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് എന്തെങ്കിലും ചെയ്യാനേ പറ്റും. മെയിനായിട്ടും ഫോട്ടോ ഫോട്ടോ വെച്ചിട്ടോ അല്ലെങ്കിൽ വീഡിയോസ് AI വഴി ഉണ്ടാക്കി അങ്ങനത്തെ ഉള്ള ഇത് ഇവർക്ക് ഏറ്റവും സിമ്പിളായിട്ട് പറ്റുന്ന പരിപാടി ഇതൊക്കെയാണ്. ഇവരൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആലോചിച്ച് കാണും നാളെയൊക്കെ വളർന്നു വന്നിട്ട് എന്തുവാണ് ജനറേഷനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആൾക്കാർ. പല ഇൻസ്റ്റാഗ്രാം വീഡിയോസിന്റെ അടിയിലും പല ഏത് പോസ്റ്റിന്റെ അടിയിലും ശരി, എടാ ഈ കൊച്ചു പിള്ളേര് വന്നിട്ട് വിളിക്കുന്ന വിളിക്ക് കയ്യും കണക്കില്ല. ഇവരെന്തെങ്കിലും തിരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വട്ടം വരും നമ്മളെ ഫോട്ടോയും കാര്യങ്ങളൊക്കെ വേറെ ഏതെങ്കിലും സൈറ്റിലോ വേറെ ഏതെങ്കിലും ഈ പറയുന്നത് തൊണ്ട് ഗ്രൂപ്പിലൊക്കെ വരും. ഇവന്മാർ ചെയ്യുന്ന പരിപാടി ഇതാണ്. നമ്മളെ ഈഗിളിന്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈഗിൾ നല്ല രീതിയിൽ കാര്യം പറയുന്നുണ്ട്. തൊട്ടാ പൊള്ളുന്ന ടീമുകളൊക്കെ. പക്ഷെ എന്നും പറഞ്ഞാൽ നമുക്കാർക്കും പേടിയൊന്നുമില്ല കേട്ടാ. ഇവര് എടുക്കുന്ന മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് ഇപ്പൊ ഈ ഒരു മർഡർ ഉണ്ടാക്കാൻ എടുത്ത മെന്റാലിറ്റി അങ്ങ് പഴയ കാലത്തിലെ മെന്റാലിറ്റിയാണ് യൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. മുളക് പൊടി വിതറിയിട്ടൊക്കെ. എടാ ഇവന്റെയൊക്കെ വിചാരം ആരും കണ്ടുപിടിക്കത്തില്ലെന്നോ? ബാക്കിയുള്ളവരെന്ത് പൊട്ടന്മാരാണോ നീയൊക്കെ വിചാരിച്ചിരിക്കണേ? പോലീസ് ഈ ആൾക്കാരെ കണ്ടെത്തുകയും അതിനുശേഷം ഈ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണാഭരണങ്ങളെല്ലാം റിക്കവറി ചെയ്തിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ മുഴുവൻ സ്വർണ്ണാഭരണങ്ങളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് 4.5 ഗ്രാംസ് പവൻ. ഈ ഫ്രണ്ട്സിനായാലും ഒക്കെ ഈ വണ്ടി വാങ്ങിക്കാമെന്നും അങ്ങനെ ഐഫോൺ വാങ്ങിക്കാമെന്നും ഒക്കെ ഇവർ പല പ്ലാൻ ഉണ്ടായിരുന്നു. പൈസ സമ്പാദിക്കാനുള്ള ഒരു ലക്ഷ്യം കൂടെ അവർക്കുണ്ട്. കുട്ടിക്ക് മറ്റവരെ സുഹൃത്തുക്കളായിട്ട് അറിയാം, പക്ഷെ മെയിൻ കുട്ടിയുടെ ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള ആളാണ്. ഐഫോണ്, ബൈക്ക്, ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതൊക്കെ തന്നെ വേണം. ഇവര് ഭയങ്കര നമ്മളെ വീട്ടിലെ ദാരിദ്ര്യമാണെങ്കിൽ ഇവര് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് ഇവരെ കയ്യിൽ ഐഫോൺ വേണം. ഇത് തന്നെ പറയുന്നതിന് സത്യം പറഞ്ഞ ഞാനൊക്കെ വിചാരിച്ചിരിക്കുന്നത് എന്താ അറിയോ, ഈ ആൾക്കാർ പറയുന്നത് അവരെയൊക്കെ ഇവര് എന്തുവാണ് പഴഞ്ചൻ കുറെ ആൾക്കാർ എന്തെങ്കിലും വായി തോന്നിയ അത് പറയും ഇത് പറയുന്നു പറഞ്ഞിട്ട്. ഇവരൊക്കെ പറയുന്നത് സത്യം പറഞ്ഞത് സത്യമാണ്. ഇവരൊക്കെ പറയുന്നത് വെളിയിൽ ഇറങ്ങുമ്പോഴത്തേന് കയ്യിൽ ഐഫോണും നല്ല കൂടിയ വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇവര് കയ്യിൽ ഇൻകൊണ്ട് ഇവർക്ക് എങ്ങനെ വരുന്നു? ഇവിടെ പല സോഴ്സും ഇവർക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം, 1 ടൈം യൂസ്. അതിനകത്ത് പല കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ബോയ്സിനല്ല ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാവുന്നത്. ഞാൻ എന്തെന്ന് പറയുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായി കാണും. ഇഷ്ടംപോലെ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കേ നമ്മൾ അന്നേരം ചിന്തിക്കുകയാണ് ഇവർക്കൊക്കെ എങ്ങനെയാണ് പൈസ. അച്ഛൻ്റെ അമ്മയുടെ പൈസ കൊണ്ടായിരിക്കും. പലരും അച്ഛൻ്റെ അമ്മയുടെ പൈസ കൊണ്ടായിരിക്കും. സത്യം പറഞ്ഞാൽ ഈ പേരൻസ് കറക്റ്റായിട്ട് ഇവരെ നോക്കാത്തതുകൊണ്ടുള്ളൊക്കെ വിഷയമുണ്ട്. പേരൻസ് ഇങ്ങനെ അടിച്ചങ്ങ് വിട്ടിരിക്കുകയായിരിക്കും ചില ടീമുകളൊക്കെ. പോയി ആസ്വദിക്കടാ, അടിച്ചു പൊളിക്കടാ, ചെല്ല്, അറമാദിക്കുക എന്നൊക്കെ പറയും. അങ്ങനത്തുള്ള കുറെ ടീമുകളെ കാണും. എന്തായാലും കൊള്ളാം. എന്നാലും ഇങ്ങനത്തെ ഒരു ജനറേഷൻ സത്യം പറഞ്ഞ 13 എത്ര വയസ്സ് 13, 16, 17. അതിന് മെയിനായിട്ടും ആ ഒരു പെങ്കൊച്ചാണ് ഇതിനകത്ത് മെയിൻ ആള്. ഈശ്വര ഭഗവാനെ, ഇതിനൊക്കെ എന്തോ പറയാൻ. നിങ്ങളൊക്കെ നോക്കിയിരുന്നോ? നിങ്ങൾക്കൊക്കെ ഇവര് പണി തരും ഉറപ്പായിട്ടും. വേറെ ആരും ചെയ്യാത്ത രീതികളൊക്കെ ഇവർ ചെയ്യുന്നുണ്ട്. കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഉറപ്പായിട്ടും പണി തരും.